നേരത്തെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഹരിജൻ വിദ്യാർത്ഥി ഫെഡറേഷൻ ഉണ്ടായ കാലത്ത് അതിലൊരംഗമായി തിരുവനന്തപുരം നഗരവീതിയിലൂടെ നിരവധി ജാഥകളും സമരങ്ങളും ഒക്കെ നടത്താനുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ഞാൻ പുതുമുഖമാണോ എന്നൊരു സംശയമുണ്ട്. കുറേ നാളായി ഞാൻ അല്പം മാറി നിൽക്കുകയാണ്. 2006 ഞാൻ KPMSൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്നു വരികയും പിന്നെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയും ഇപ്പോൾ പല ഒരുപാട് KPMS ഉണ്ട്, ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെളിയിൽ പോലും പറയാൻ പറ്റാത്തൊരു മനക്കെടായ അവസ്ഥയിലാണ്. KPMSനെ പ്രതിനിധീകരിച്ച് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇതുപോലുള്ള നിവേദനങ്ങൾ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോഴും അധികാരത്തിൽ വരുന്നതിന് മുമ്പും പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുമ്പോഴും പ്ലാനിംഗ് ബോർഡിൻ്റെ വർഷാവർഷമുള്ള ബഡ്ജറ്റിൻ്റെ രൂപീകരണ സമയത്തുമൊക്കെ KPMS കൊടുക്കാറുണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഈ മാനിഫെസ്റ്റോ. ഇതുപോലെ നമ്മളൊരു മാനിഫെസ്റ്റോ ഉണ്ടാക്കി ഈ മന്ത്രിമാരുടെയും ഇടതുപക്ഷ വലതുപക്ഷ കൺവീനർമാരുടെയും മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ മുന്നിലൊക്കെ പോകാറുണ്ട്. ഇലക്ഷന് വളരെ കാര്യമായി ഉൾപ്പെടുത്താറുണ്ട്. പലരും പറയും ഇതെല്ലാം റെഡി, ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും, നടത്തിയിരിക്കും. ഒരു ചുക്ക് നടക്കില്ല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പണ്ട് ഇന്ദുചൂടൻ RSPയുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയൊരു കഥ ഞാൻ ആലോചിക്കും. ഇന്ദുചൂടൻ മരിച്ചിട്ട് എത്ര കൊല്ലമായെന്നറിയില്ല, അതിന് മുമ്പുള്ള കഥ ഞാൻ പറയാം. വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങളെ കയറ്റിയിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, നടപ്പിലാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. RSP ഞങ്ങളുടെ ശബ്ദം വളരെ ദുർബലമാണ്. നിങ്ങൾ AKG സെൻറ്ററിൽ പോയി അവിടെയുള്ള തമ്പുരാക്കന്മാരെ ആരെങ്കിലും കണ്ടത് കൊടുത്തിട്ട് ഞങ്ങളുടെ അഭിപ്രായം ഇതാണെന്ന് ഞാൻ അവിടെ പറഞ്ഞോളാം. മുന്നണി കൂടുമ്പോൾ ഇതൊന്നും നടക്കില്ല. അവരിങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നടത്തും. അത് അവർക്ക് ഗുണകരമായ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ട്. അപ്പോൾ എനിക്ക് 3 കാര്യങ്ങളെ പറയാനുള്ളൂ. അത് റിജിമോൻ കുട്ടപ്പൻ പറഞ്ഞതുപോലെ തന്നെ, ഒന്നാമത് ഭൂമി, രണ്ടാമത് വിദ്യാഭ്യാസം, മൂന്നാമത് തൊഴിൽ. ഏറ്റവും സുപ്രധാനമായത് ഭൂമി തന്നെയാണ്. പക്ഷേ ഈ ഭൂമി വേണമെന്ന് പറഞ്ഞ് ഒരു അഗ്രസീവായ സമരം നടത്താൻ കേരളത്തിലെ ദളിതർ തയ്യാറല്ല. 2 സെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റും ഒരു കട്ടിലും ഒരു TVയും ഒരു മൊബൈൽ ഫോണും കയ്യിലുണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതുന്ന കുറേ ആളുകളാണിപ്പോൾ പട്ടികജാതി വിഭാഗത്തിലെ പ്രവർത്തകരായി നേതാക്കന്മാരും ഒക്കെ ആയി നടക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവനെ തെറി വിളിക്കാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പഠിക്കില്ല എന്നുള്ളത്. ഞാൻ ഈ ഒരു 2-3 ദിവസത്തിന് മുമ്പ് നമ്മുടെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 1500ഓളം പേര് അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 10-500 പേര് എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. പച്ചത്തെറിയാണ്. ഈ ദളിതരാരും മിണ്ടിയിട്ടില്ല. കാരണം കാര്യം പറഞ്ഞുള്ളൂ, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ എന്താ പോസ്റ്റ് ഇട്ടു, ഉടനെ ചോദിച്ചത് തോറ്റവനെ മാർക്ക് കൂട്ടിക്കൊടുത്ത് ജയിപ്പിച്ച VCFനെ അവിടെ ഇരുത്തണോ? നമ്മളാരും പഠിച്ചില്ല. വിളിക്കുന്ന മുഴുവൻ പോറ്റിമാരും നായന്മാരുമാണ്, ഏറ്റവും കൂടുതൽ നായന്മാരാണ്. കാരണം ഈ പോറ്റിയെ പറഞ്ഞ ആദ്യം കൊള്ളുന്ന നായരില്ല, അതാണ് പ്രശ്നം. അപ്പം ഞാനൊരു മറുപടി ഒരാളോട് ചോദിച്ചു, ഈ സംസ്കൃത സർവകലാശാലയിലെ VC ആകാൻ സംസ്കൃതം പഠിച്ച് വളരെ മിടുക്കിയായി വന്ന ഒരു വൈസ് ചാൻസലറെ നിയമിക്കത്തക്ക യോഗ്യതയുള്ള ഒരു പട്ടികജാതിക്കാർ വരുന്നത് ബ്രാഹ്മണർക്ക് ദഹിക്കില്ല, പക്ഷെ നായന്മാർക്ക് എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു. അതിനും തെറിയാണ്. നമ്മളെ ആളുകൾ അതൊന്നും കാണാറില്ല, കേൾക്കാറില്ല, പറയാറുമില്ല. അതൊരു നിസ്സാര കാര്യം. നമ്മൾ ആദ്യം ഈ BJP അല്ലെങ്കിൽ മറ്റ് പലരും അവർക്ക് വിജയിക്കണമെങ്കിൽ ഒരു പ്രതിസ്ഥാനത്ത് ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കണം. അതുപോലെ നമ്മുടെ മുകളിലേക്കും ഒരു മോശമായ ഒരു ആരോപണം അടിച്ചേൽപ്പിക്കുകയും അത് വിശ്വസിപ്പിക്കുകയും നമ്മളിടയിൽ നിന്ന് തന്നെ നമുക്കെതിരായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാവുന്ന കഴിവ് മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉള്ളത് കൊണ്ടാണ് എപ്പോഴും നമ്മൾ കുറ്റവാളിയാക്കിയ പറ്റുന്നത്. ഈ KK ഗീതാകുമാരി ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട കൂലിപ്പണി ചെയ്ത് പഠിച്ചു വന്ന ആളാണ്. അവർ 2001 അവിടെ പഠിച്ചൊരു ചെറുപ്പക്കാരൻ. അന്ന് ഈ SSLC പഠിച്ച ആളുകൾക്കറിയാം, പണ്ട് അറിയാം 35% മാർക്ക് വാങ്ങി എല്ലാ വിഷയത്തിലും ജയിച്ചാലേ ജയിക്കും. അതിന് 1975 ഗ്രൂപ്പ് സിസ്റ്റം കൊണ്ടുവന്നു. ആർട്സും സയൻസിന് ഇത്ര മാർക്ക് 110, അല്ലെങ്കിൽ മറ്റതിന് 120, അങ്ങനെയൊക്കെ 190, അങ്ങനെ എന്തോ വെച്ച് അല്ല 110, 220 മാർക്ക് കിട്ടേ ജയിക്കും. അതിന് മുമ്പ് പഠിച്ചവരെല്ലാം മലയാളത്തിനും ഇംഗ്ലീഷിനും 40, ബാക്കിയെല്ലാം 35 മാർക്ക്.
അപ്പോൾ ഈ അന്ന് പഠിച്ചിരുന്ന ഒരു കുട്ടി അന്ന് പാർട്ടിൽ ജയിച്ചു, 15 പേര് പഠിച്ചു, 15 പേരും ജയിച്ചു. പാർട്ട് ആണ്, ഈ പാർട്ടുകൾക്ക് ജയിച്ചതാണ്. ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് വിഷയങ്ങൾക്ക് ഓരോന്നിനും ചെയ്യണം. അപ്പോൾ അന്ന് പാർട്ട് പഠിച്ച 14 പേര് സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയി. ഒരാൾ ജയിച്ച ആൾ അവിടെ തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാതെ കിടന്നു. അദ്ദേഹം കൊണ്ടുവന്ന് ഇപ്പോൾ 2020 കൊണ്ടുവന്ന് പുതിയ 2024 കൊണ്ടുവന്ന് പുതിയ അപേക്ഷ കൊടുത്ത്, അത് BFA MFA ആണ്, MFAക്ക് അഡ്മിഷന് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുക്കുമ്പോൾ ഈ ആളെ തോറ്റതായി കണക്കാക്കണമെന്ന് പുതിയ രീതിയിലുള്ള പരാതി വന്നു. അപ്പോൾ സിൻഡിക്കേറ്റ് സമിതി വന്നു പരിശോധിച്ചപ്പോൾ ഇയാൾ അന്ന് ജയിച്ചിട്ടുണ്ട്, ഇപ്പം തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇയാളെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി അന്നത്തതാണെങ്കിൽ അയാൾ ജയിച്ചു എങ്കിൽ അയാൾക്ക് MFAക്ക് പഠിക്കാം. സിൻഡിക്കേറ്റ് ശുപാർശ ചെയ്തു. സിൻഡിക്കേറ്റ് LDF സിൻഡിക്കേറ്റാണ്. പക്ഷേ അക്കാഡമിക് കൗൺസിലുണ്ട്, അത് എല്ലാ അധ്യാപകരുമുള്ള 10-35 ആളുകൾ കൂടുന്ന അക്കാഡമിക് കൗൺസിലും പറഞ്ഞു ഇയാളെ ജയിപ്പിക്കാം. പക്ഷേ ഈ VC അയാളെ അവിടെ അഡ്മിഷൻ കൊടുക്കാൻ തയ്യാറായി. അത് മാർക്ക് കൂട്ടിയിട്ട് ജയിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ VC സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ്. അവർ പറഞ്ഞൊന്നും കേട്ടില്ല. കാരണം എന്താ? അതൊന്നും അല്ലാതെ കാരണം അവരുടെ പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞു, ഈ ശങ്കരൻ ബുദ്ധമതത്തിൽ നിന്ന് കടം കൊണ്ടെടുത്ത ആശയങ്ങളാണ് പിൽക്കാലത്ത് ഹിന്ദു വിഭാഗത്തിലേക്ക് കടത്തിവിട്ട ആളാണ് ആദിശങ്കരൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വൈരാഗ്യം തീർത്തതാണ്. നമ്മളാരും പ്രതികരിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകണമെങ്കിൽ കാശുണ്ടാകണമെങ്കിൽ ഭൂമി ഉണ്ടാകും. അടിസ്ഥാനപരമായി ഭൂമിയിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഭൂമിയെ സംബന്ധിച്ച ഒരു സമരം നടത്തി അത് പിടിച്ചെടുക്കണമെന്ന് അവർക്ക് അതിനാഗ്രഹമുണ്ട്. അവന്മാരെ സമരമൊക്കെ ചെയ്യട്ടെ. ഈ തൊഴിലാളികളും ഈ സമരക്കാരുണ്ടായില്ലേ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കും. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ സമരം ചെയ്തോളട്ടെ, എന്നും സമരം ചെയ്തോളട്ടെ. ഇവന്മാർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല.